മജ്‌ലിസായിട്ട് സ്വലാത്ത് ചൊല്ലുന്നത് എല്ലാ വിഷമങ്ങൾക്കും ബേജാറുകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശിഫാവും റഹ്മത്തും സന്തോഷവുമായിട്ട് കൂടി ചൊല്ലല് ഒരു സംശയമില്ല. അൽഹംദുലില്ലാഹ് എത്രമാ ക്യാൻസറുകൾ എത്രമാ എയ്ഡ്സ് പോലത്തെ രോഗങ്ങൾ ന്യൂമോണിയ കൊറോണ തുടങ്ങിയിട്ടുള്ള എനിക്കത്തെ രോഗങ്ങൾക്ക് ശിഫ കിട്ടിയിരിക്കത്തെ ഏറ്റവും വലിയ കാരണകർത്തമായ സ്വലാത്തായിട്ട് പ്രതിപല്ലിൽ വെച്ച് നടന്നുള്ളൂ. ആ സലാത്തൊരു മഹിമയായിട്ട് ഒരു പൊൽസായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടി ആൾമാരെ ചുമത്തുന്ന മനസ്സിലാക്കണം. ഇതിന് മുറ്റത്തുള്ള എനിക്കത്തെ പറക്കത്താകപ്പെട്ട ബിൽഡിങ്ങുകളും ഇതിന് മുറ്റുള്ള എന്റെ പ്രകാശവും മുഴുവനും ഈ പല്ലിൽ വെച്ചിട്ട് നടക്കുന്ന വാറത്തെ സ്വലാത്ത് മജ്‌ലിസ് ധാരണ ചൊന്നിട്ടു നാ ഖണ്ഡിതമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടുള്ള വിശ്വാസം വെച്ചുകൊണ്ടുള്ള തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലൽ കൊണ്ടിട്ട് ധാരാളം പ്രതിഫലങ്ങളുണ്ട്. ആഖിറത്തിൽ വിജയിക്കുള്ള പരിപാടി അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പാതിരാ രാത്രിയിൽ എണിച്ചിട്ട് മദീനയുടെ ആവരണങ്ങളിൽ റോഡുകളിൽ നടന്നുകൊണ്ട് പോണ്ടിരിക്കുന്ന സന്നിവേശം എന്തിനേക്ക് സുബ്ഹാനല്ലാഹ് അവിടുത്തേതായ അനുയായികളെ ഉണർത്തിട്ട് ചൊല്ലൂ യാ അയ്യുഹന്നാസ് ഉസ്കുറുല്ലാഹ് جاءت الراجفة تتبعها الرادفة جاء الموت بما فيه ഭയങ്കരമായി ഭയാനകമായി പേടിയുണ്ടാക്കുന്ന മൗത്ത് ഞങ്ങൾക്ക് വന്നുകൊണ്ടുണ്ടോ എത്തിയുണ്ടുണ്ടോ. അതുകൊണ്ട് ജനസമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ നെനപ്പാക്കിട ധാവിച്ചു വരൂ. നിങ്ങൾ അല്ലാഹുവിനെ നിസ്കാരത്തിന് ധാവിച്ചു വരൂ. നിങ്ങൾ അല്ലാഹുവിനെ നെനപ്പാക്കിട കടന്നു വരൂ ചെന്നിട്ടു തഹജ്ജുദ് നിസ്കരിക്കൂ ചെന്നിട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ദിവസവും സാദിറ പാതിര രാത്രിയിലെത്തിട്ട് മദീന നിവാസികളെ ഉണർത്തിയോട്ടും എരിപ്പാട്ടിയോണ്ടിരിക്കുന്ന സന്ദർഭം. അങ്ങനെ പാതിരാജാവിനെ സംബന്ധിച്ചിട്ട് ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്തെ ഒന്നാം ആകാശത്തേക്ക് പണ്ടികനിക്കപ്പെട്ടു പാതിരാജാവു ചൊന്നെങ്കിൽ അല്ലാഹു നടന്നുകൊണ്ട് ഒന്നാമത്തെ ആകാശത്തേക്ക് പണ്ടല്ല. പക്ഷേ അല്ലാഹുവിന്റെ റഹ്മത്ത്, അവന്റെ ബറക്കത്ത്, അവന്റെ റഹ്മത്തിനാണുള്ള മലായികത്ത് ഏഴാം ആകാശത്തിലുള്ള മലായികത്തും റഹ്മത്തും ഒന്നാമത്തെ ആകാശത്തിൽ സ്ഥാപിച്ചു കൊണ്ടാറ് എപ്പാ പാതിരാജാവു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ മയ്യദൂനി فأستجيب له ومن يسألني فأتيه ومن يستغفرني واغفر له. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹങ്ങളെ വിളിച്ചു ചൊല്ലുന്നു, ഏ മനുഷ്യന്മാരെ, ആരാണോ അല്ലാഹുവിന്റെ മുട്ട കൈനീട്ടി ദുആ ഇറക്കിടി അവനക്ക് നാണ് ഉത്തരം ചെയ്യുടെ സമയമാണ്, സുന്ദരമാണ് പാതിരാത്രി. എന്നിട്ട് അല്ലാഹു ചൊല്ലുന്നു എന്തൊരു ചോദ്യ എന്തൊരു വിഷമം എന്റെ മുന്നിൽ വെച്ചിട്ട് കണ്ടെങ്കിലും ആ സാത്വിക മേന്മായതാണ് അല്ലാഹു കൊടുക്കുന്നതാണ്. മനുഷ്യകഥ ബിൽഡിംഗ് വേണം, ഫ്ലാറ്റുകൾ വേണം, കാറുകൾ വേണം. മനുഷ്യക്ക് മേന്മായ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടാ ആ മുഴുവൻ ആവശ്യങ്ങളെ അല്ലാഹുവിന്റെ പാതിരാത്രിയിലെ കൈനീട്ടി യാചിച്ചിട്ട് കണ്ടെങ്കിൽ ഖണ്ഡിതമായും അല്ലാഹു നൽകുകയോ ചൊല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ നബി തങ്ങളുടെ ചൊല്ലുക നികത്ത സന്നിവേശ വമൻ യസ്തഗ്ഫിറുനി വഗ്ഫിർ ലഹു. ആരാണോ അല്ലാഹു ഒട്ടിಗೆ മാപ്പ് കേൾക്കണ, ആരാണോ തെറ്റുകൾ ചെയ്തു പോയിട, സിനാവുമായിട്ട് ദിനനിത്യ കളിയുടെ കളിക്കത്തെ ഹിലുകാരുണ്ട, അതേ കല്ലുകുടിയുടെ സ്വഭാവത്തിൽ നിറഞ്ഞാൽ മാറുള്ളാറ,
ദിനനിത്യനാവ് തുറന്നെങ്കിലും കളവ് ചൊല്ലടികനിക്കത്തെ ജനസമൂഹമുണ്ട്. അങ്ങനെ ബഡ്യമായിട്ട് നിരന്തരമായി കളികനിക്കത്തെ ആൽമാരുണ്ട്. ഇങ്ങനത്തതായ ആൽമാർ അല്ലാഹു വിളിച്ചിട്ട് ചൊല്ലുക. നീ അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ കേട്ടുക, നീ അല്ലാഹുവിന്റെ പൊറുക്കലിനെ കേട്ടുക. അപ്പോഴേക്കുമാണ് നിനക്ക് പൊറുത്തുതണ്ട്. അത് ഏതാണ് സമയം? സുബ്ഹാനല്ലാഹ്, പാതിരാരാത്രിയിലുള്ള ദുആണ്, പാതിരാരാത്രിയിലുള്ള തേട്ടമാണ്, പാതിരാരാത്രിയിലുള്ള ഇസ്തിഗ്ഫാറാണ്, പാതിരാരാത്രിയിലുള്ള സുബ്ഹാനല്ലാഹ് നിരന്തരമായ തഹജ്ജുദ് നിസ്കാരമാണ്. അങ്ങനെ ഇബാദത്തുമായി കലിഞ്ഞകലിക്കത്തെ ഒരു മനുഷ്യ അല്ലാഹുവിനെ മുട്ടക്കേദിച്ചെങ്കിൽ യാചിച്ചെങ്കിൽ ആ സാസികെ ഉത്തരം ചെയ്യേണ്ട സമയമാണ് പാതിരാരാത്രി. അല്ലാഹുവാണ് നിബിതങ്ങൾക്ക് പടിപാടിയുള്ളത്. ഏതുവരെ? ഹത്താ യത്ലുൽ ഫജ്റ, ഫജ്റുടെ സമയത്തോളം അല്ലാഹുവിനോട് യാചിക്കുമെങ്കിലും ഖേദിക്കുമെങ്കിൽ തേട്ടം മുന്നോട്ട് ബൈക്കിലുണ്ടെങ്കിൽ അല്ലാഹു ഹായിബാക്കി മടക്കൂല. അവന്റെ ഹാജത്തുകൾ റബ്ബ് പൂർത്തീകരിച്ചു കൊടുക്കുക. എത്ര അഹ്ലുകാരാണ് സ്വലാത്ത് മജ്ലിസിന് പൈസ തണ്ട് തന്റെ മോളുകൾ എത്ര ടൈമായിട്ട് തടി ചൊന്നിട്ട് കറുപ്പ് ചൊന്നിട്ട് ഇന്നിത്തര കാരണം ചൊന്നിട്ട് പുതുസട്ടാവില്ല. അതുകൊണ്ട് ഉസ്താദേ നീ ദുആ ചെയ്യണോ ചൊന്നിട്ട് സ്വതക്ക നൽകണമെങ്കിൽ കടങ്ങളില് സമ്പൂർണമായിട്ട് മുന്നിട്ട് അതൊന്ന് തീർന്നു കിട്ടുകയായിട്ട് ഏതെങ്കിലും മൂലകളിൽ നിന്നിട്ട് സമ്പത്ത് വരണോ ചൊന്നിട്ട് ദുആ ചെയ്യുക. അതേ സ്വതക്ക നൽകണ മുഅ്മിനേ, സ്വതക്ക നൽകണ മുഅ്മിനാത്തായ പെണ്ണ്, നിക്കതാ അല്ലാഹു വലിയൊരു ആഫർ തന്നതാ. നീ പാതിരാരാത്രിയിൽ ഉണർന്നിട്ട് അല്ലാഹുടെ മുട്ട നീനെങ്കാലും നിന്റെ തേട്ടത്തെ മുന്നിൽ വെച്ചെങ്കിൽ നീനതാ വമയ്യദഉനി ഫഅസ്തജീബ ലഹു, നീയെങ്കാലും ദുആ ചെയ്തെങ്കിൽ തീർച്ചയായും അല്ലാഹു ഉത്തരം ചെയ്ത പാതിരാ സമയമാണ്. നിന്റെ ഇഖ്ലാസ് വേണോ, നല്ല വറായ് വേണോ, നിന്റെ ഖൽബിന് നല്ല യഖീൻ വേണോ, അല്ലാഹു പൂർത്തീകരിച്ച് തന്നാ ചൊല്ലുകനിക്കത്തെ ഉദ്ദേശം വേണോ. ആ ചൊന്നു വന്നുകൊണ്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാരാത്രിയിൽ എണീറ്റിട്ട് സുബ്ഹാനല്ലാഹ് മദീന നിവാസികള് അവിടുത്തതായ ഇമ്മത്തുറ് അല്ലെങ്കിൽ അവിടുത്തതായ സ്വഹാബികള് അങ്ങതാ അനുയായികളെ വിളിച്ചിട്ട് ഇബാദത്ത് വേനായിട്ട് ക്ഷണിക്കുന്നു. ഈ നടന്നു പോന്നോ വിളിക്കട എങ്ങനെയാണ് വന്നിട്ടുള്ള അല്ലാഹുവിന്റെ ദിക്റ് നിങ്ങൾ ദാഹിച്ചു വേറോ. ജാഅത്തുൽ റാജിഫ തത്ബഉ റാദിഫ ജാഅൽ മൗതു ബിമാ ഫീ. സുന്നത്തുള്ളാഹുവിന്റെ റസൂല അവിടുത്തെ അനുയായികളെ രാത്രിയിൽ എരിപ്പാട്ടിക്കൊണ്ടുണ്ടോ. ഇങ്ങനെ ഒരു നാൾ ഇങ്ങനെ വിളിച്ചോണ്ട് പോകുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു നാൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുട്ട പോയിട്ട് ആ പാതിരാരാത്രിയിൽ കേൾക്കട്ടെ, യാ റസൂലല്ലാഹ്, ഏ നബിയായിട്ടുള്ളവരെ ഒരു ചോദ്യം അങ്ങോട്ട് ഉന്നയിക്കുന്നുണ്ട് നബിയേ. എന്താണ് ഉബയ്യ് ചൊല്ലണോ? ആ സമയത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, നബിയേ എന്റെ ജീവിതത്തില് നാണ് ദുആ ചെയ്യണമെങ്കിൽ ഒരു ടൈമുണ്ട്. ഒരു നാളില് ഒരു ഗണ്ടനാണ് അല്ലെങ്കിൽ ചില സമയം ഒരു ടൈം നാണ് ദുആക്ക് സെപ്പറേറ്റ് ആയി നീക്കി വെച്ചിട്ട് നബിയേ ആ ദുആ എടുക്കണമെങ്കിൽ ടൈമോ ഒരു ടൈമോ അല്ലെങ്കിൽ നാളിൽ ഒരു ഭാഗ നബിയേ അങ്ങയുടെ മേൽ നാണ് സ്വലാത്ത് ചൊല്ലട്ടാ. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ മാശഅത വഇൻ സിത ഫഹുവ ഖൈറുൽ ലക. ഏ ഉബയ്യേ നീ ചെയ്ത പ്രവർത്തനം നല്ലതാണ്. ഇതിനെക്കാട്ടി കൂടുതലായിട്ട് നിനക്ക് സ്വലാത്ത് ചൊല്ലുക സാധ്യമാവുമെങ്കിൽ അത് നിന്റെ കൊണ്ട് വലിയ ഖൈറാണ് ഉബയ്യേ.
അപ്പോഴാണ് മഹാനായ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു നിസ്ഫ് നബിയേ പകുതി ഭാഗമാണ് സ്വലാത്ത് ചൊല്ലുക അപ്പോഴാകും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു മാ ശഅത വമിൻ സിത്ത വഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക ദേ ഉബയ്യേ ഇരക്കാട്ടി കൂടുതൽ നീ സ്വലാത്ത് ചൊല്ലുമെങ്കിൽ അത് നിനക്ക് ഖൈറാ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു നബിയേ ഞാൻ സമ്പൂർണ്ണമായിട്ട് സ്വലാത്ത് ചൊല്ലുക സമ്പൂർണ്ണമായിട്ട് ഞാൻ സ്വലാത്ത് ചൊല്ലുക എനിക്ക് സമയത്തുള്ളൂ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു യേ ഉബയ്യേ يكفيك اللهم ويغفر لك ذنبك ويكفيك الله همك ويغفر لك ذنبك يا ഉബയ്യേ നിന്റെ ടെൻഷന് നിനക്ക് നിറഞ്ഞ ടെൻഷൻ ഉണ്ടല്ലേ ഈ ടെൻഷന്റെ സമ്പൂർണ്ണമായി അല്ലാഹു നീക്കം ചെയ്യുക ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല നീ എത്ര വലിയ മല പോലത്തെ ദോഷം ചെയ്തവനാണെങ്കിലും അല്ലാഹു നിനക്ക് പൊറുക്കുവാ ഷഫീഉൽ വറാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചൊല്ലുടെ സ്വലാത്ത് കൊണ്ടിട്ട് ഫഖർ തരമില്ലായ്മയാവുക ടെൻഷൻ ഇല്ലായ്മയാവുക നീ ഹോസ്പിറ്റലിൽ പോയിട്ട് കാശ് ചെലവാക്കണ്ട ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് റായ വിട്ടുപോകണ്ട നീ ഇഖ്ലാസോടെ സ്വലാത്ത് ചൊല്ലൂ ഖണ്ഡിതമായും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ല പലക്ക വയക്ഫി അല്ലാഹു ഹമ്മക ഖണ്ഡിതമായിട്ടും നിന്റെ എല്ലാ ടെൻഷനുകളും അല്ലാഹു നീക്കി തരുക റഹ്മാനായ രാജതമ്പുരാനായ അല്ലാഹ് ഈ മജ്ലിസിലെ ഹഖ് കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സയ്യിദിനെ ബറക്കത്ത് കൊണ്ട് ആലിമീങ്ങളെ ബറക്കത്ത് കൊണ്ട് വയസ്സന്മാരെ ബറക്കത്ത് കൊണ്ട് പിഞ്ചോമന കുഞ്ഞുങ്ങളെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹത്തായ ഉമ്മമാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ മുഴുവൻ രോഗങ്ങൾക്ക് നീ